വെറൈറ്റി എഗ് റോസ്റ്റ് കാണണമെങ്കിൽ ഓടി വായോ. നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് 2 വലിയ സവോളയും കുറച്ച് വെളുത്തുള്ളിയാണ്. ഇനി ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഈ സവോള കട്ട് ചെയ്തിട്ട് നേരെ ഇട്ടിട്ട് അങ്ങ് ഒരു ബ്രൗൺ കളറിലേക്ക് നമ്മളങ്ങ് വാട്ടിയെടുക്കണം കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് പൊടി ആഡ് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, അതിനൊപ്പം തന്നെ കശ്മീരി ചില്ലി. മുളക് പൊടിയിൽ കശ്മീരി ചില്ലിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഞാൻ സാധാ മുളക് പൊടി ആഡ് ചെയ്തില്ല. ഇനി എരി വേണ്ടവരാണെങ്കിൽ സാധാ മുളക് പൊടി ഇടാം. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും. അപ്പോൾ കുരുമുളക് അങ്ങ് തൂകിയൊക്കെ കുറച്ച് ടേസ്റ്റ് വരട്ടെന്നേ. ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് പൗഡർ, അതായത് നമ്മുടെ തേങ്ങാപ്പാൽ പൊടി ചേർത്തായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. എനിക്ക് പൊടി ചേർക്കാൻ കാരണം ഇത് കുറച്ച് ക്രീമി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ കുറച്ച് മേത്ത് ലീവ്സ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതും ഓപ്ഷണലാണ്. മേത്ത് ലീവ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ മുട്ട അടിച്ച് ഇതിലേക്ക് നേരെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ബോയിൽ ചെയ്തിട്ടിടത്തില്ല. എന്നിട്ട് നമ്മളിത് മൂടി വെക്കും. പിന്നെ നിങ്ങളറിയാതെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ടായിരുന്നു, അതിൽ കാണിക്കാൻ മറന്നുപോയി. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഗ് റോസ്റ്റ് കിട്ടും. ഇത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്കൊന്ന് ബോയിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാനിതിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അവസാനം ചേച്ചി ഉപ്പിട്ടില്ലായിരുന്നു എന്ന് പറയരുത്, ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട